ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10ൽ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസിൽ പേജ് നമ്പർ 22 ലാസ്റ്റ് ക്വസ്റ്റ്യനായ 7 ആണ്. അതുപോലെ പേജ് നമ്പർ 21ലെയും 22ലെയും ബാക്കിയുള്ള 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് 7th ക്വസ്റ്റ്യൻ ആണ്. In the table below, some arithmetic sequences are given with 2 numbers against each. Check whether each belongs to the sequence or not. 3 columns തന്നിട്ടുണ്ട്. സീക്വൻസസും അതുപോലെ നമ്പേഴ്സും എസ് ഓർ നോയുമാണ്. അതിൽ ഫസ്റ്റ് സീക്വൻസ് തന്നിട്ട് അതിൽ നമ്പർ ഈ പറയുന്ന സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം ആണോ 123 എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ 132 ഇതിൽ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ എസ് എഴുതുക, അല്ലെങ്കിൽ നോ എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 12, 23, 34 എക്സെട്ര. അതിൽ തന്നെ ഏതാ ചെക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 100 and 1000. എന്നിട്ട് എസ് ഓർ നോ എഴുതണം. നെക്സ്റ്റ് 21, 32, 43 അതിൻ്റെ ടേം ആണോ 100 and 1000 എന്ന് ചെക്ക് ചെയ്യണം. എസ് ഓർ നോ എഴുതണം. പിന്നെ 1/4, 1/2, 3/4 എക്സെട്ര. അതിൽ ഒരു ടേം ആണോ 3 എന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് 4 ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ 3/4, 1.5, 2, 1/4 അതിൻ്റെ ടേം ആണോ 3 എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ 4 അതിൻ്റെ ടേം ആണോ ചെക്ക് ചെയ്യണം. ഈ പെർട്ടിക്കുലർ സീക്വൻസിലെ ടേം ആണോ ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്തോന്നാണ് 11, 22, 33 അതിൻ്റെ നമ്പേഴ്സിൻ്റെ കോളത്തിൽ 123, 132 തന്നിട്ടുണ്ട്. 123 ഈ സീക്വൻസിൽ ടേം ആണോ എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 123യും ഫസ്റ്റ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് എടുക്കണം. ഫസ്റ്റ് ടേം 123 ആയിട്ടുള്ള ഡിഫറൻസ് എടുക്കണം. അതിന് മുമ്പ് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എടുക്കാം, അതല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എടുക്കാം. ദെയർഫോർ കോമൺ ഡിഫറൻസ് D is equal to, ഞാനിപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എടുക്കുകയാണ്. ദാറ്റ് ഈസ് x2 ആൻഡ് x1 അതർ ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് x1 എന്നും x2 എന്നും x3 എക്സെട്ര അപ് ടു xn വരെയാണ്. That is D is equal to x2 minus x1. That is equal to 22 minus 11. ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, ഡിയുടെ വാല്യൂ 11 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഈ 123യും ഫസ്റ്റ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് നോക്കണം. ആ കിട്ടുന്ന ഡിഫറൻസ് ഈ 11ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ ടേം ഇതിലെ ഈ സീക്വൻസിലെ ടേം ആണ്, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ടേം ഓഫ് ദ സീക്വൻസ്. അതാണ് എഴുതേണ്ടത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പേജ് നമ്പർ 21ൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതുപോലെ 101 and 1001 ചെക്ക് ചെയ്തത് പോലെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട 123യും 11ഉം ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ 123 ആൻഡ് ഫസ്റ്റ് ടേം, that is equal to 123 minus 11 which is equal to 3 minus 1 2 വരും. 2 minus 1 1 112 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഈ 112 എന്ന് പറയുന്നത് 11ൻ്റെ ടേബിളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഇപ്പോൾ ടേബിളിലേക്ക് ഫൈൻഡ് ചെയ്യാം, കാരണം 11 into 11 121 ആണ്. ടേബിളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, 112നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 112 divided by 11, that is 1 time 11 വരും. നെക്സ്റ്റ് 2നെ ബ്രിങ് ഡൗൺ ചെയ്യണം. പിന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി 0 കൊടുക്കാം. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി, 2 എന്ന് കിട്ടി. പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ, റിമൈൻഡർ 0 ആയാൽ മാത്രമേ നമുക്ക് എന്തോന്ന് എഴുതാൻ പറ്റുള്ളൂ, 112 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് എഴുതാൻ പറ്റൂ. അപ്പോൾ 112 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലേ. Therefore here 112 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. Therefore 112 എന്നാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ട നമ്പർ ഏതാണ്, 123 ആണ്. Therefore 123 is not a term of the sequence. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ നോ എന്ന് എഴുതാമല്ലോ അല്ലേ. എസ് ഓർ നോയിൽ നമ്മൾ 123 ഈ സീക്വൻസിലെ ടേം അല്ല എന്ന് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതാണ് ചെക്ക് ചെയ്യേണ്ടത്, 132 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 132 ആൻഡ് ഫസ്റ്റ് ടേം. ഡിഫറൻസ് ബിറ്റ്വീൻ 132 ആൻഡ് ഫസ്റ്റ് ടേം, that is equal to 132 minus 11, which is equal to 2 minus 1 1 ആവും, 3 minus 1 2 ആവും.
അതുപോലെ 121 കിട്ടി. കാരണം 132 മൈനസ് 11 എന്ന് പറയുന്നത് 121 ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ 121 11ന്റെ ടേബിളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 11 × 11 ആണല്ലോ 121. That is 121 is equal to 11 × 11. That is it is a multiple of 11. 11 എന്ന് പറഞ്ഞാൽ ഏതാണ്? കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടൈം അല്ല. ഫസ്റ്റ് ടൈമുമായിട്ട് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം, കാരണം രണ്ടും 11 എന്ന് വന്നേ ഉള്ളൂ. ഫസ്റ്റ് ടൈമുമായിട്ട് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആ കിട്ടുന്ന ആൻസറിന് 11 കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. That is 121 is a multiple of 11 × 11. Therefore 132 is a term of the sequence. നമുക്ക് രണ്ട് ആൻസർ കിട്ടി. ഏതൊക്കെയാ? 132 ഇതിലെ ടേം ആണെന്നും ഒന്നില് ടേം ആണെന്നും കിട്ടി. അതുപോലെ 123 നോട്ട് എ ടേം ഓഫ് ദ സീക്വൻസ് എന്ന് കിട്ടി. ഫസ്റ്റ് നോ ആണ്, സെക്കൻഡ് എന്തോന്ന് കിട്ടി? യെസ് എന്ന് കിട്ടി. ഇനി അടുത്ത് സെവൻത്തിലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വർക്കൗട്ട്. 12, 23, 34 എക്സെട്ര ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. അതിൽ ചെക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണ്? 100, 1000. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 100 ചെക്ക് ചെയ്യാം. 100 ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്തോന്ന് ചെയ്യണം? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് 23 മൈനസ് 12. കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാൻ എന്താണ്? കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3 മൈനസ് 2 1, 2 മൈനസ് 1 1. എന്തെന്ന് കിട്ടി? 11 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? 1000 ഫസ്റ്റ് ടേമുമായിട്ടുള്ള 100 ഫസ്റ്റ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ 100 ആൻഡ് ഫസ്റ്റ് ടേം ഏതാണ്? 12. ദാറ്റ്സ് ഈക്വൽ ടു 100 മൈനസ് 12 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 88 എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? 88 എന്ന് പറയുന്നത് 11ന്റെ ടേബിളിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 11 × 8 ആണല്ലോ 88 എന്ന് പറയുന്നത്. 11ന്റെ ടേബിളിലുണ്ട്. ദാറ്റ് ഈസ് 88 ഈസ് ഈക്വൽ ടു 11 × 8. Therefore 88 is a multiple of 11. Therefore 100 is a term of the series, term of the sequence. ഇനി ഏതാ ചെക്ക് ചെയ്യേണ്ടത്? 1000 ഈ ടേം സീക്വൻസിൽ ടേം ആണോ എന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരുമായിട്ടുള്ള ഡിഫറൻസ് നോക്കണം. നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി 1000 20 ഏതാണ്? 12 അല്ലേ? 12 ആയിട്ടുള്ള ഡിഫറൻസ്, ഫസ്റ്റ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് നോക്കണം. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ 1000 ആൻഡ് 12. 1000 12 ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. 1000 12 ആയിട്ടുള്ള ഡിഫറൻസ് എത്ര കിട്ടും? 10 മൈനസ് 2 8. അതുപോലെ 9 മൈനസ് 1 8 ആവും. പിന്നെ 9 വരും അല്ലേ? 988 കിട്ടും. ഈ 988ന് നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 988 ഡിവൈഡഡ് ബൈ 11 വിച്ച് ഇസ് ഈക്വൽ ടു എന്തോന്നാണ്? എത്ര ടൈംസ് പോകും? 8 ടൈംസേ പോകുള്ളൂ. 9 ടൈംസ് ആകുമ്പോൾ 99 ആയി പോകും. 88 വരും. റിമൈൻഡർ 10 വരും. പിന്നെ ഏത് ബ്രിങ് ഡൗൺ ചെയ്യണം? 8ന്. 108 ആണ്. എത്ര ടൈംസാണ് പോകുന്നത്? 9 ടൈംസ്. ദാറ്റ്സ് ഈക്വൽ ടു 9. 99 കിട്ടും. പിന്നെ 18 9 സബ്ട്രാക്ട് ചെയ്താൽ എത്ര വരും? 9. പിന്നെ ഇവിടെ എത്രയേ ഉള്ളൂ? 9 മൈനസ് 9 0. ദാറ്റ് ഈസ് 9 എന്ന് പറയുന്നതാണ് എന്തോന്ന് കിട്ടിയത്? റിമൈൻഡർ 9 എന്ന് കിട്ടി. റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ടേം ഓഫ് ദ സീക്വൻസ് ആണ്. പൂർണ്ണമായും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇത് ഏതാ 1000 ഈ സീക്വൻസിലെ ടേം ആണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റൂ. Therefore 1000 is not a term of the given sequence. തൗസൻഡ് ഇതിലെ ടേം അല്ലാന്ന് കിട്ടി. 100 ഈ സീക്വൻസിലെ ടേം ആണെന്ന് കിട്ടി. ഇത് രണ്ടുമാണ് ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതണം. എസ് ആണെങ്കിൽ 100 നമുക്ക് എത്രയെന്ന് കിട്ടി? എസ് ആണെന്ന് കിട്ടി. അതുപോലെ 1000 ആണെങ്കിലോ നോ എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് രണ്ടും എഴുതുക. വിച്ച് ഈസ് ദ ആൻസർ. 7th തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 21, 32, 43 എക്സെട്ര. അതിൽ ചെക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 100ഉം 1000ഉം ആണ്. എസ് ഓർ നോ എന്ന് ചെക്ക് ചെയ്യണം.
ഇനി എന്ത് ചെയ്യാം, 100 ഇതിൽ ടേം ആണോ എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാം. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഓർ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഞാനിവിടെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുവാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ടേം ഏതാണ്? 32 മൈനസ് 21 വിച്ച് ഇസ് ഈക്വൽ ടു 11 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. ഇനി എന്തോ ചെക്ക് ചെയ്യേണ്ടത്, 100 ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് ഫൈൻഡ് ചെയ്യാൻ 100 ഫസ്റ്റ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് എടുക്കണം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ 100 and 21. That is equal to 100 minus 21. 100 minus 21 എന്ന് പറഞ്ഞാൽ 79 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഈ 79 11ന്റെ ടേബിളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 79 11ന്റെ ടേബിളിലില്ല, അതുപോലെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കണം. 79 ഡിവൈഡ് ബൈ 11 ദാറ്റ്സ് ഈക്വൽ ടു 77. റിമൈൻഡർ 32 കിട്ടി. പൂർണ്ണമായും ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തോന്ന് എഴുതാൻ പറ്റൂ, ഇറ്റ് ഇസ് എ ടേം ഓഫ് ദ സീക്വൻസ് എന്ന് എഴുതാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തോന്ന് കിട്ടി, റിമൈൻഡർ 2 കിട്ടി. അതുകൊണ്ട് therefore 79 is not a multiple of 11. Therefore 100 is not a term of the sequence. 100 ഈ സീക്വൻസിലെ ടേം അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഏതാണ് ചെക്ക് ചെയ്യേണ്ടത്? അപ്പോൾ നോ എന്ന് എഴുതാമല്ലോ, എഴുതി. നെക്സ്റ്റ് ഏതാ ചെക്ക് ചെയ്യേണ്ടത്? 1000 ചെക്ക് ചെയ്യണം. 1000 ചെക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതാണ് 1000 21 ഡിഫറൻസ് എടുക്കണം. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ 1000 and 21. This is equal to 1000 minus 21 equal to 10 minus 1 9 വരും. പിന്നെ അതുപോലെ ഇവിടെ 9 ഉള്ളൂ. 9 minus 2 എത്ര കിട്ടും? 7 കിട്ടും. പിന്നെ ഏതാ 9 വരും അല്ലെ, 979 കിട്ടി. ഇനി എന്ത് ചെയ്യണം, 979 11ന്റെ ടേബിളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ 979നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര ടൈംസ് പോവും? 8 ടൈംസ്. ദാറ്റ് ഈസ് 88 കിട്ടും. പിന്നെ 7 ൽ നിന്ന് 8 പോകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ബോറോ ചെയ്യുമ്പോൾ 17 ആവും. 17 minus 8 9 ആവും. ദാറ്റ് ഈസ് 99. Then 9 into 9 99. Therefore 979 equal to 11 into എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? 89 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 979 കിട്ടുന്നത്. അപ്പോൾ therefore 1000 is a term of the sequence. 1000 term of the sequence. Reason എന്തുവാണ്? 979 is a multiple of 11. 11ന്റെ മൾട്ടിപ്പിൾ ആണ് 979 എന്ന്. therefore 1000 is a term of the sequence. അപ്പോൾ ഏതാണ്? സെക്കൻഡ് കേസിൽ യെസ് എന്ന് കിട്ടി, ഫസ്റ്റ് കേസിൽ നോ എന്ന് കിട്ടി. വിച്ച് ഈസ് ദ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ ആണ്. 1/4 1/2 3/4. ചെക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 3ഉം 4ഉം ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാം. d is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 1/2 മൈനസ് 1/4. ഇനി എന്ത് ചെയ്യാം, LCM എടുക്കാം. 1/2 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2 LCM 4 കിട്ടും. LCM 4 കിട്ടുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് 1/2ന് 4ന് ഇക്വലൻ്റ് ആക്കണം. ദാറ്റ് ഈസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2 ആണല്ലോ 4 വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4ന് ഇക്വലൻ്റ് ആക്കിയതിന് ശേഷം അപ്പോൾ അത് എന്ത് ചെയ്തു, ഡിനോമിനേറ്ററിൽ 2 മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും 2 മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2/4. 1/2ന് നമ്മൾ 4ന് ഇക്വലൻ്റ് ആയി 2/4 ആക്കി. therefore 2/4 മൈനസ്, പിന്നെ അതുപോലെ 1/4ന് മാറ്റേണ്ട കാര്യമില്ല, ഡിനോമിനേറ്റർ 4 തന്നെയാണ്. രണ്ടിലും എന്തോന്നായി, സെയിം ഡിനോമിനേറ്റർ ആയി. therefore കോമൺ LCM 4 ആക്കി എടുക്കുക. 2 minus 1 which is equal to 1/4 എന്ന് കിട്ടി. അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 1/4 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ടേമും അതുപോലെ തന്നിട്ടുള്ള നമ്പറുമായിട്ടുള്ള ഡിഫറൻസ് നോക്കണം. ദാറ്റ് ഈസ് 3 minus 1/4. ഡിഫറൻസ് ബിറ്റ്വീൻ 3 and first term which is equal to 3 minus 1/4. 3 minus 1/4 ആകുമ്പം എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് എഴുതി പോകാം. കാരണം ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമ്പർ എങ്ങനെയാണ് വരുന്നത്? 3/1 ആണ്. 3 means 3/1.
3/1 ആണ്. അപ്പോൾ LCM 4 ഈക്വലൻ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 4 12 ആവും. 12/4 എന്ന് കിട്ടും. അപ്പോൾ കറക്റ്റ് അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഡിനോമിനേറ്റർ ഇല്ലാത്ത കേസിൽ, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ 1 ആവുന്ന കേസിലെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 12 - 1 കോമൺ LCM എത്രയാണ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 11/4 എന്ന് കിട്ടി. ഇനി എന്തോന്നാണ് ഈ 1/4 11/4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. ദാറ്റ് ഈസ് therefore 11/4 ഈസ് ഈക്വൽ ടു 1/4 × 11 എന്ന് എഴുതിയാൽ കിട്ടുമല്ലോ അല്ലേ. കാരണം ന്യൂമറേറ്റർ 11 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 11/1 എന്ന് എഴുതാം. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 11 11 ആവും. 4 × 1 4 ആവും. അപ്പം 1/4 വരുന്നതിൽ 11 ഡിനോമിനേറ്റർ 4 ആയിട്ടുള്ള എല്ലാ നമ്പറും 1/4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതാൻ പറ്റും. 1/4 × 11. Therefore 11/4 is a multiple of 1/4. Therefore 3 is a term of the sequence. Term of the sequence. 3 എന്നുള്ളത് ഈ സീക്വൻസിലെ ടേം ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എസ് എന്ന് എഴുതാമല്ലോ അല്ലേ, എസ് എന്ന് എഴുതാം. നെക്സ്റ്റ് ഇനി ഏതാണ് 4 ചെക്ക് ചെയ്യണം. 4 ചെക്ക് ചെയ്യാൻ വേണ്ടി കോമൺ ഡിഫറൻസ്, ഇതേ കോമൺ ഡിഫറൻസ് തന്നെയാണ് 1/4. അപ്പോൾ അതുപോലെ ഇതേ സീക്വൻസ് ആണല്ലോ ചെക്ക് ചെയ്യുന്നത്. ഈ സീക്വൻസ് ആയതുകൊണ്ട് സെയിം കോമൺ ഡിഫറൻസ് ആണ്. ഇനി എന്ത് ചെയ്യണം, 4ഉം ഫസ്റ്റ് ടേമും ആയിട്ടുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് 4 മൈനസ് ഫസ്റ്റ് ടേം. ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ 4 ആൻഡ് ഫസ്റ്റ് ടേം. 4 ആൻഡ് ഫസ്റ്റ് ടേം എടുക്കുമ്പോൾ 4ഉം ഫസ്റ്റ് ടേമും ആയിട്ടുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് 4 മൈനസ് 1/4. 4 മൈനസ് 1/4 ആകുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്താൽ മതി, 4ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഡിനോമിനേറ്റർ 1 ആയതുകൊണ്ട്. അപ്പോൾ 4 എടുത്തു. എത്ര കിട്ടും, 4 × 4 16 അല്ലേ. 16 - 1 which is equal to 15/4 ആണ് കിട്ടും. 15/4. ഇനി എന്ത് ചെയ്യണം, 15/4ഉം 1/4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. കാരണം 1/4 ആയതുകൊണ്ട് ഏത് നമ്പറും ഡിനോമിനേറ്റർ 4 ആയി വരുന്ന എല്ലാ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണ്. 100/4 ആണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100/4 കിട്ടും. അതുപോലെ 15/4 ആണെങ്കിലോ 1/4നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. ദാറ്റ് ഈസ് 15/4 ഈസ് ഈക്വൽ ടു 1/4 × എത്രയാണ് 15. Therefore 15/4 is a multiple of 1/4. അതുകൊണ്ട് എന്തോന്ന് എഴുതാം, 4 is a term of the sequence. 4 is a term of the given sequence. 4 is the term of the given sequence. അതുപോലെ നമുക്ക് രണ്ട് കേസും എസ് എന്നാ കിട്ടിയത്. 3 is the term of the given sequence. 3 ഈ സീക്വൻസിലെ ടേം ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ രണ്ട് കേസിലും ഏതാണ് എഴുതേണ്ടത്, എസ്, which is the answer. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 3/4, 1.5, 2, 1/4. അതിൽ ചെക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണ്, 3ഉം 4ഉം. അപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷനിലും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം ഏതാണ്, 1/2 മൈനസ് 3/4 which is equal to 1/2ന് നമുക്ക് എന്ത് ചെയ്യണം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 1/2 is equal to ഡിനോമിനേറ്റർ 2 ആയിട്ട് എഴുതുക. പിന്നെ എന്ത് ചെയ്യണം, 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2 × 1 + 1 ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. which is equal to 2 × 1 എന്തോന്നാവും, 2 ആവും, +1 / 2 which is equal to 3/2 എന്ന് കിട്ടി. ഇപ്പോൾ 1/2നെ മിക്സഡിൽ ഇംപ്രോപ്പറിൽ എങ്ങനെ നമുക്ക് എഴുതാം, 3/2 എന്ന് എഴുതാം. 3/2 മൈനസ് 3/4. അപ്പോൾ വീണ്ടും ഇനി എന്ത് ചെയ്യണം, LCM എടുക്കണം. LCM എന്ന് പറയുന്നത് 4 ആണ്. 2ന്റെയും 4ന്റെയും LCM 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 3/4നെ ഇക്വലൻ്റ് ആക്കേണ്ട കാര്യമില്ല. 3/2നെ മാത്രം ആക്കിയാൽ മതി. കാരണം 3/4ൽ 4 ഡിനോമിനേറ്ററുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, 3/2നെ കോമൺ LCM ആയ 4ന് ഇക്വലൻ്റ് ആക്കണം. ദാറ്റ് ഈസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 6/4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, 3/2ന് പകരം നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 6/4 മൈനസ് 3/4 which is equal to 6 - 3 എത്രയാണ്, 3/4. അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞു, 3/4 എന്ന് കിട്ടി. ഡിയുടെ വാല്യൂ 3/4 കിട്ടി. ഇനി എന്തോന്നാണ് ചെക്ക് ചെയ്യേണ്ടത്, 3യും ഫസ്റ്റ് ടേമായ 3/4 ആയിട്ടുള്ള ഡിഫറൻസ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ
3 and 3/4. That is equal to 3 minus 3/4. ഇനി എന്ത് ചെയ്യാം, 4 കാരണം ഡിനോമിനേറ്റർ 1 ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. 4 LCM 4 ആയിട്ട് എടുത്താൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 4 into 3 12 ആവും. 12 minus 3/4. 12 minus 3 എത്രയാണ്? 9. 9/4 എന്ന് കിട്ടി. അപ്പോൾ 3/4ഉം 3/4 കോമൺ ഡിഫറൻസ് 9/4 കിട്ടി. ഇനി 9/4 3/4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. Then 9/4 equal to 3/4 into എളുപ്പമാണ് കാരണം 9 എന്ന് പറയുന്നത് 3യുടെ ഫാക്ടറാണ് അല്ലേ. 3 into 3 ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. 3 into 3 9 ആവും. 4 into 1 4 ആവും. അപ്പോൾ 3 എന്ന് മാത്രം എഴുതിയാൽ മതി. 3/4 into 3 കാരണം ന്യൂമറേറ്ററിന്റെ മൾട്ടിപ്പിൾ ആണ് 9 എന്ന് പറയുന്നത്. അതുപോലെ ഡിനോമിനേറ്റർ സെയിമും ആണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. 9 കിട്ടാൻ വേണ്ടി 3യോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടുമെന്ന് നോക്കിയാൽ മതി. 3യോട് 3 മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. ദാറ്റ് ഈസ് എന്താണ് 9/4 is a multiple of ഏതാണ് 3/4. 3/4 എന്ന് പറയുന്നത് ഏതാണ്? കോമൺ ഡിഫറൻസ് ആണ് 3/4. therefore ഏത് ടേം ഓഫ് ദ സീരീസ് ആണ്? 3 is a term of the sequence. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ എന്തോന്ന് എഴുതാം? 3 എന്ന് പറയുന്നത് എസ് എന്ന് എഴുതാം. എസ് ഓർ നോ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 എന്തോന്ന് കിട്ടി? എസ് എന്ന് കിട്ടി. ഇനി ഏതാണ് ചെക്ക് ചെയ്യേണ്ടത്? 4ഉം ഏത് നമ്പർ കിട്ടിയാലും അത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് 4 minus 3/4. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ 4 and 3/4. That is equal to 4 minus 3/4. 4 minus 4 എത്രയാവും? 16 ആവും. 16 minus 3/4 which is equal to 16 minus 3 എത്രയാണ്? 13. 13/4 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് എത്രയാണ് ഡിഫറൻസ് കിട്ടിയത്? 13/4 എന്ന് കിട്ടി. ഇനി ഈ 13/4 3/4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? 13/4 is equal to ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? കാരണം 13 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. 13 വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 13ഉം 1 മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും 3/4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റൂല അല്ലേ. 3/4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റൂല. അപ്പോൾ എന്തോന്നു? വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3/4. കാരണം 3ന്റെ ടേബിളിൽ 13 വരുന്നില്ല. 4 ഓക്കെ ഡിനോമിനേറ്റർ വരുന്നുണ്ട്, പക്ഷെ എന്തോന്ന് വരുന്നില്ല? ന്യൂമറേറ്റർ ആയ 13 വരുന്നില്ല. therefore 13/4 is not a multiple of 3/4. 3/4 എന്ന് പറയുന്നത് ഏതാണ്? D കോമൺ ഡിഫറൻസ് ആണ്. therefore 4 is not a term of the sequence. 4 ഈ സീക്വൻസിലെ ടേം അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ 3 എന്ന് പറയുന്നത് ടേം ഓഫ് ദ സീക്വൻസ് വന്നു. 4 എന്ന് പറയുന്നത് നോട്ട് എ ടേം ഓഫ് ദ സീക്വൻസ് ആണ്. therefore ആൻസർ ഈസ് നോ. മനസ്സിലായല്ലോ? ഫസ്റ്റ് കേസിൽ എസ് കിട്ടി, സെക്കൻഡ് കേസിൽ നോ കിട്ടി. വിച്ച് ഈസ് ദ ആൻസർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.